അർജന്റീനയുടെ സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് സ്കലോണി തിരഞ്ഞെടുത്ത മാർസലോയുടെ ക്യാപ്റ്റനായ ലിയനാർഡോ ബെലേഡി വളരെ അപ്രതീക്ഷിതമായിക്കൊണ്ട് പരിശീലന സെക്ഷനിൽ വെച്ച് പരിക്കേൽക്കുന്നു. പകരം ആര് എന്ന ചോദ്യത്തിന് ആരാധകരിൽ നിന്ന് വന്നത് മാർക്കസ് സെൻസി എന്ന ഉത്തരമായിരുന്നു. പക്ഷേ അതിനേക്കാളും വലുത് സ്കലോണിയുടെ സെലക്ഷനുകളാണ്. ദിവസങ്ങൾക്കിപ്പുറം വേൾഡ് കപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം മാർക്കോ സെൻസിയെ ടീമിലെടുക്കുന്നു. അർജന്റീൻ സെൻട്രൽ ബാക്കിൽ 4 നെടുംതൂണുകളാണ് നിലവിലുള്ളത്. ഒട്ടാമെൻഡിയും ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ റൊമേറോയും ഇപ്പോൾ ഇതാ മാർക്കോ സെൻസിയും. പ്രശസ്ത അമേരിക്കൻ നടി മെർലിൻ മോൻറോയുടെ വാക്കുകൾ കടമെടുക്കുകയാണ്. ചില നല്ല കാര്യങ്ങൾ തകർന്നു പോകുന്നത് അതിലും മികച്ച നല്ല കാര്യങ്ങൾ ഒരുമിച്ച് ചേരാനായിരിക്കാം. 2021 കോപ്പ അമേരിക്ക മുമ്പുള്ള ടീം ഗാദറിങ്ങിൽ ലിയണൽ മെസ്സിയും പറയുകയുണ്ടായി, ഈ നടന്നതൊക്കെ യാദൃച്ഛികമല്ല. ലോകകപ്പ് തുടങ്ങാൻ 1 മണിക്കൂർ പോലും തികച്ച് ബാക്കിയില്ലാത്തപ്പോഴാണ് സ്കലോണിയുടെ അനൗൺസ്മെന്റ് വരുന്നത്. ലിയനാർഡോ ബെലേഡിക്ക് പകരം മാർക്കോ സെൻസിയെ ടീമിലെടുക്കുന്നു എന്ന ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ഓരോ ആരാധകരും ഇതങ്ങനെ കാണാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അർജന്റീൻ പ്രതിരോധത്തിലെ ഏറ്റവും മികച്ചവനാവാൻ സെൻസിക്കാകുമോ? അർജന്റീനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ആദ്യം ഓർത്തെടുക്കുന്നത് അർജന്റീനയുടെ മുന്നേറ്റത്തിനെയായിരിക്കും. എന്നാൽ ഇന്ന് സ്കലോണി സിസ്റ്റത്തിൽ ടീമിന്റെ യഥാർത്ഥ ശക്തി പലപ്പോഴും പ്രതിരോധ നിരയിലാണ്, പ്രത്യേകിച്ചും സെൻട്രൽ ബാക്കുകളുടെ കാര്യത്തിൽ. 2022 വേൾഡ് കപ്പിൽ എത്ര തവണയാണ് നമ്മൾ ആ മനോഹരമായ കാഴ്ചകൾ കണ്ടത്? അനുഭവ സമ്പത്തിന്റെ കരുത്തുമായി പ്രായം കൂടിയെങ്കിലും പോരാട്ടവീര്യം ഒട്ടും കുറയാത്ത നിക്കോളാസ് ഒട്ടമെൻഡി ഇത്തവണയും അർജന്റീൻ ടീമിന്റെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഉണ്ടാകും. അദ്ദേഹത്തിന് പ്രായമായെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്നവരോട് സ്കലോണി അദ്ദേഹത്തെ ടീമിലെടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ പ്ലാൻ സ്കലോണിക്കുണ്ടാകും. എതിരാളികളുടെ ഫിസിക്കൽ ഗെയിമിനെ നേരിടാനും എയർ ഡ്യുവലുകളിൽ ആധിപത്യം സ്ഥാപിക്കാനും പ്രതിരോധത്തെ കമാൻഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇന്നും അസാധാരണമാണ്. അർജന്റീനയുടെ യുവ പ്രതിരോധ നിരക്ക് ആത്മവിശ്വാസം നൽകുന്ന ലീഡറാണ് ഒട്ടാമെൻഡി. വലിയ സമ്മർദ്ദം നിറഞ്ഞ മത്സരങ്ങളെ അദ്ദേഹം എളുപ്പത്തിൽ തന്നെ നേരിടുന്നു എന്നതാണ് ഏറ്റവും വലിയ അർജന്റീൻ അഡ്വാൻറ്റേജ്. സ്കലോണി സിസ്റ്റത്തിലെ അഗ്രസീവ് മിഡ്ഫീൽഡർ ക്രിസ്റ്റ്യൻ റൊമേറോയും വെറും ഡിഫൻഡർ അല്ല, എതിരാളികളുടെ ആക്രമണത്തെ തുടക്കത്തിലെ തകർക്കാൻ ശ്രമിക്കുന്ന അർജന്റീനയുടെ ഡിഫൻസിംഗ് സിസ്റ്റമാണ് ക്രിസ്റ്റ്യൻ റൊമേറോ. കൃത്യമായ ടാക്കിളുകൾ, അഗ്രസീവ് മാർക്കിംഗ്, പന്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം, ഫിസിക്കൽ ഡ്യുവലുകളിലും വമ്പൻ ആധിപത്യം. ഏറ്റവും മുന്നോട്ട് പറയേണ്ട പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഹൈ ഇൻറ്റൻസിറ്റി ഡിഫൻഡിംഗ് ആണ്. എതിരാളികൾക്ക് ഒരു ക്വിക്ക് കൗണ്ടർ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്നത് ക്ലോസ് ചെയ്ത് ഹൈ ഡിഫൻസിംഗ് കളിക്കുക. സ്കലോണിയുടെ ഡിഫൻസ് സിസ്റ്റത്തിലെ മറ്റൊരുത്തൻ ലിസാൻഡ്രോ മാർട്ടിനസ്. ഡിഫൻഡർക്ക് പുറമെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ അർജന്റീനൻ ആരാധകരും ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. കൃത്യമായ ലോങ് പാസുകളും ബിൽഡപ്പിലെ മികച്ച മുന്നോട്ടുള്ള പാസുകളും ഇടതുകാലിലെ മികച്ച ഉപയോഗവും അദ്ദേഹത്തെ മികച്ചവനാക്കുന്നു. സ്കലോണിയുടെ സിസ്റ്റത്തിൽ അഗ്രസീവ് ഡിഫൻഡിങ്ങിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് തെളിയിച്ച മുതലാണ് ലിസാൻഡ്രോ മാർട്ടിനസ്. ഭയമില്ലാതെ എതിരാളികളുടെ അടുത്തേക്ക് കയറി ചെല്ലാൻ മടിയില്ലാത്തവനാണ് ലിസാൻഡ്രോയും ക്രിസ്റ്റ്യൻ റൊമേറോയും. ഇത്തവണയും അർജന്റീൻ ഡിഫൻസിലും സെൻട്രൽ ബാക്ക് പൊസിഷൻ ഈ 2 താരങ്ങളും കൈകാര്യം ചെയ്യും. ഇനി ബാക്കപ്പ് പൊസിഷനിലുള്ളത് ലിയനാർഡോ ബെലേഡിക്ക് പകരം ടീമിലെത്തിയ മാർക്കോ സെൻസിയാണ്. ഇവനും അതുപോലെ തന്നെയാണ് അഗ്രസീവ് ഡിഫൻഡിങ്ങിന് പേര് കേട്ടൊരുത്തൻ. ബേൺമൗത്തിനായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇനി ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ജേഴ്സി അണിയും. താരത്തിന്റെ മിന്നും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ടോട്ടൻഹാം താരത്തിനായി കൈവച്ചതും. പ്രധാന താരങ്ങൾക്ക് പരിക്കോ സസ്പെൻഷനോ വന്നാൽ നിലവാരം വലിയ തോതിൽ കുറക്കാതിരിക്കാൻ സഹായിക്കുന്ന മികച്ചൊരു ഓപ്ഷനാണ് അദ്ദേഹം. സ്കലോണി സിസ്റ്റത്തിന് ഏറ്റവും അനുയോജ്യമായ താരങ്ങളിൽ ഒരാൾ. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ എപ്പോഴും ബാക്കപ്പായി മികച്ചൊരു താരമുണ്ടാവുക എന്നുള്ളത് ടീമിന് വലിയ ഗുണം ചെയ്യും. സ്കലോണി സിസ്റ്റത്തിൽ അർജന്റീനയുടെ പ്രതിരോധം നിയന്ത്രിക്കാൻ 4 നെടുംതൂണുകൾ തന്നെയുണ്ട്. ലിസാൻഡ്രോയും ക്യൂട്ടി റൊമേറോയും ഒട്ടാമെൻഡിയും പിന്നെ മാർക്കോ സെൻസിയും.